ഫാദർ മൈക്കിൾ മിദാമോ കിങ്ങോറി. വൈദികനാകണം എന്ന അതിയായ ആഗ്രഹത്തോടെ സെമിനാരിയിൽ പ്രവേശിച്ച വൈദികാർത്ഥി. കാഴ്ചശക്തിക്ക് തകരാർ ഉണ്ടായിരുന്നെങ്കിലും സെമിനാരിയിൽ പ്രവേശിക്കുമ്പോൾ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ വൈദിക പരിശീലന കാലത്താണ് ബ്രദർ മൈക്കിളിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്നത്. എങ്കിലും വൈദിക വൃത്തി ചെയ്യുവാനുള്ള അഭിനിവേശവും ദൈവശുശ്രൂഷയിൽ ബ്രദർ കാണിച്ചിരുന്ന ഉൾക്കാഴ്ചയുമാണ് അദ്ദേഹത്തെ തിരുപ്പട്ടത്തിന് യോഗ്യനാക്കിയത്. ജനുവരി 14 നേരി ആർച്ച് ബിഷപ്പ് ആന്റണി മുഖേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കിയാമുരു സെന്റ് ജോൺ ബോസ്കോ ദേവാലയാങ്കണത്തിൽ അർപ്പിച്ച തിരുക്കർമ്മ മധ്യേയായിരുന്നു ബ്രദർ മൈക്കിളിന്റെ തിരുപ്പട്ട സ്വീകരണം. 100 കണക്കിന് വിശ്വാസികൾ സാക്ഷി നിൽക്കെ മാതാപിതാക്കൾ ബ്രദർ മൈക്കിളിനെ പ്രത്യേകം സജ്ജമാക്കിയ അൾത്താരയുടെ മുന്നിലേക്ക് ആനയിച്ചതോടെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് തുടക്കമായി. സഹവൈദികാർത്ഥികൾക്കൊപ്പമാണ് ബ്രദർ മൈക്കിളിനും തിരുപ്പട്ടം ലഭിച്ചത്. കൈവപ്പ് ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ പുരോഹിതനായി മാറിയ ഫാദർ മൈക്കിളിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ശാരീരിക വെല്ലുവിളികൾ ഒന്നും തന്നെ ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഫാദർ മൈക്കിളിന്റെ തിരുപ്പട്ട സ്വീകരണമെന്ന് നേരി ആർച്ച് ബിഷപ്പ് ആന്റണി മുഖേരിയ വ്യക്തമാക്കി. കാഴ്ചശേഷി ഇല്ലാതിരുന്നിട്ടും തിരുപ്പട്ടവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഫാദർ മൈക്കിൾ KTV ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തനിക്ക് കാഴ്ചശക്തി നഷ്ടമായി എന്ന സത്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും സർവോപരി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോയതാണ് ഇന്ന് ഒരു വൈദികനാകാനുള്ള ആഗ്രഹം സാധ്യമായതെന്ന് ഫാദർ മൈക്കിൾ പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗിന ന്യൂസ്.